The most important day of a person's education is the first day of the school. Yes, it is really true. Today, with great pleasure, I, the representative of Karmal Rani Public School, cordially invite all of you to the online academic session 2021-22. We are ready for a smooth starting. So let us enter into the opening ceremony of our School of Education. Let us seek God's blessings. Like a sunflower that follows every moment of the sun, so I trust you to follow you, my Lord. In simplicity, charity I follow. In simplicity, charity I follow. Like a sunflower that follows every moment of the sun, so I trust you to follow you, my Lord. In simplicity, honesty I follow. In simplicity, honesty I follow. Welcome is a part and parcel of every gathering. So I invite our little orator, Sanju Soni, for the welcome address. This is a new year, a new beginning, and things will change. A warm good morning to all. Respected manager Sister Tessin CMC, our today's guest Reverend Father Thomas Olaithil, our ward member Sherin Permangundan, beloved teachers, parents, and my dear friends. Due to pandemic COVID-19, we are unable to come to the school. So, we are having the online live session of Karmal Rani Public School Opening Day Celebration 2021-22. Indeed, with great joy, I am standing here to welcome all of you to this live session. First of all, I would like to invite our school principal to this gathering. Next, I invite our Sister Tessin CMC to this session with great joy. Next, I invite Reverend Father Thomas Olaithil for this meeting. I also like to invite all my beloved teachers, parents, and my dear friends to this live session 2021-22. Thank you. Thank you, Sanju. Now I invite our school manager for the presidential address. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ തോമസ് ഒലായിത്തിൽ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജോളി, പ്രിയമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ള കുട്ടികളെ, 2021-22 സ്കൂൾ വർഷത്തിന്റെ പ്രവേശനോത്സവം കാർമൽ റാണി പബ്ലിക് സ്കൂളില് ഇന്ന് ഈ സമയം നടക്കുകയാണ്. കുട്ടികളും അധ്യാപകരും അധികം പേരും വീട്ടിലിരുന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. കഴിഞ്ഞ വർഷവും നമ്മുടെ പ്രവേശനോത്സവം ഇതുപോലെ തന്നെയായിരുന്നു. ഇത്രയും നാള് ഇതുപോലെ വീട്ടിലിരുന്ന് പഠിക്കേണ്ടി വരും എന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. ഈ വർഷം സ്കൂൾ തുടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തെ
വീട്ടിലിരുന്നുള്ള പഠനത്തിന്റെ ഒരു പരിചയം നമുക്കെല്ലാവർക്കുമുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്താണ് ചെയ്യുക, എങ്ങനെ പഠിക്കും എന്ന് നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പോഴ് നമുക്കറിയാം, ഒരു വർഷം കൂടി ഇങ്ങനെ തന്നെ പോകാനുള്ള സാധ്യത നമുക്കുണ്ടെന്നും നമ്മുടെ പഠനത്തെ അത് ബാധിക്കാതിരിക്കണമെന്നും നമുക്കറിയാം. ലോകമെമ്പാടും കൊറോണ എന്ന മഹാമാരി വീശിയടിച്ചപ്പോൾ ലോക്ക്ഡൌൺ എന്ന വേലി നമ്മളെ മുഴുവനായി ചുറ്റി വളഞ്ഞ് നമ്മുടെ വീട്ടിനുള്ളിൽ ആക്കിയപ്പോൾ നമ്മൾ പകച്ചു നിന്നു. വിദ്യാഭ്യാസ മണ്ഡലത്തിലും സാമ്പത്തിക രംഗത്തും എല്ലാ മണ്ഡലങ്ങളിലും വലിയ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഗവൺമെന്റും സ്കൂൾ അധികൃതരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു കുറവും വരരുത് എന്നുള്ള ചിന്തയോടെ അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങള്, സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് സൗകര്യവും TV ചാനലും എല്ലാമായി കുട്ടികളുടെ വീട്ടിലേക്ക് അധ്യാപകര് എത്തി. അവരുടെ പഠനത്തില് കാര്യമായ കുറവ് ഇല്ലാതെ പഠനം നടത്തി കൂടുതൽ പരീക്ഷകള് നടത്തി. എന്നാൽ അവസാനം പബ്ലിക് പരീക്ഷ എഴുതുന്നത് വന്നപ്പോഴേക്കും കുറേയൊക്കെ സ്ട്രീമുകളില് നടക്കാതെ പോയി. അത് നടത്താതിരിക്കാനുള്ള ചിന്തകൾ വരുന്നു. ഇങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ ഇപ്പോഴ് ഈ സ്കൂള് തുറക്കുന്നത്. ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു വേലികെട്ട് വന്നിരുന്നെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസം എങ്ങും എത്തുകയില്ലായിരുന്നു. ഇപ്പോൾ നമുക്കിത് സാധ്യമാകുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ ആ മെച്ചം കൊണ്ടാണ്. നമ്മളതിൽ പ്രവീണരായി കുട്ടികളെല്ലാം സ്കൂളുകളിൽ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ടീച്ചേഴ്സും കുട്ടികളും വീട്ടിലുള്ളവരും ഇതെല്ലാം ചെയ്യുവാൻ പ്രാപ്തരായി തീർന്നത്. നമുക്ക് ലോകത്തിലേക്ക് നോക്കിയാൽ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സാഹചര്യം വന്നപ്പോൾ മനുഷ്യരെന്താണ് ചെയ്തത്? മനുഷ്യന്റെ ചരിത്രം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. അത് അതിജീവനത്തിന്റെ ചരിത്രമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങള്, പുതിയ മരുന്നുകള്, പുതിയ യന്ത്രങ്ങള്, ജീവിതം എളുപ്പമാക്കാനുള്ള എല്ലാവിധ സാങ്കേതിക വിദ്യകളും അവൻ ഓരോരോ ആവശ്യഘട്ടങ്ങളിലാണ് നേടിയെടുത്തത്. ഇപ്പോഴും നമ്മൾ ആ സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സാഹചര്യത്തിലൂടെ നമ്മൾ എങ്ങനെ വളരണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ജോലി ചെയ്യണം. നമുക്കിന്നറിയാം, വീട്ടിലിരുന്ന് പഠിക്കാം, വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. കൊറോണ വന്നതുകൊണ്ട് നമ്മുടെ ഈ സാങ്കേതിക വിദ്യകൾ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പണ്ട് കഥാകാരന്മാര് കഥകൾ എഴുതിയപ്പോൾ ഒരു നൂറ്റാണ്ടുകൂടെ മുമ്പോട്ട് കണ്ട് അവരെഴുതിയതാണ് വെർച്വൽ സ്കൂളുകൾ. വീട്ടിലിരുന്ന് കുട്ടികൾ അധ്യാപകരില്ലാതെ പഠിക്കുന്നു. നമുക്കറിയാം, നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു പാഠം പഠിക്കുന്നുണ്ട്, വെർച്വൽ സ്കൂളിനെ കുറിച്ച്. അവിടെയുള്ള കുട്ടി 100 വർഷം മുമ്പുള്ള തന്റെ മുത്തച്ഛന്റെ പുസ്തകങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധനം എന്താണെന്ന് മനസ്സിലാകാതെ പകച്ചു നിന്നു. അവസാനം അതേക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറയുകയാണ്, അവർക്കൊരു ടീച്ചറെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. അവർക്ക് ടീച്ചറില്ലാതെ പഠിച്ചവരാണ് അവര്. നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യം, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുവെന്നാണ്. വീട്ടിലേക്ക് വരുമ്പോൾ വടിയും അതും ഇതൊന്നും അവരുടെ കയ്യിൽ ഇല്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഫോൺ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് മാറ്റിവെച്ചിട്ട് കളിക്കാൻ പോകാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും നോവൽ വായിക്കാനും ചാറ്റിംഗ് നടത്താനും സിനിമ കാണാനും എല്ലാം നിങ്ങൾക്ക് സാധ്യതകളുണ്ട്.
പക്ഷെ ആ സാധ്യതകളെ എല്ലാം മാറ്റിവെച്ച് ഈ തരുന്ന സാധ്യതകള് നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ മത്സരത്തിന്റെ ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കാം. ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി റെഡിയുണ്ട്. നമുക്കറിയാം, ജോലിയുടെ കാര്യത്തില് ആരും ഇപ്പോൾ മാർക്കൊന്നും നോക്കാറില്ല. പരീക്ഷയുടെ മാർക്ക് ആരും നോക്കുകയില്ല. പക്ഷെ ആ കുട്ടിക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുണ്ട്, എന്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള നൈപുണ്യമുണ്ട്, ഇതാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ സാധ്യതകള് ഉപയോഗിച്ച് ഉത്തരവാദിത്ത ബോധത്തോടെ പഠിച്ച് നല്ല നിലയിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് ഉന്നത പടവുകളിലേക്ക് കയറി വരാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഭാവി ശോഭനമാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 100 മാർക്കുണ്ട്, A+ എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും ഒരു ജീവിത വരുമാനത്തിനുള്ള മാർഗങ്ങൾ അത് നമുക്ക് തരില്ല. നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ 1 or 2 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആണ്. ആ സമയം നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ മുമ്പില് ലോകത്തെല്ലാമുള്ള അറിവിന്റെ സാധ്യതകള് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുകയും അതനുസരിച്ച് പഠിക്കുകയും കൂടുതൽ സമയം പഠനത്തിനും പരീക്ഷകൾ നന്നായിട്ട് എഴുതുവാനുള്ള പ്രിപ്പറേഷനുമായിട്ട് ചെലവാക്കിയാൽ അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാകും. നിങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അത് സന്തോഷകരമായ ഒരു കാര്യമായി തീരും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കൂടാതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങുവാനും പ്രകൃതിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കാണാനും സ്വയം പഠിക്കുവാനും അന്വേഷിക്കുവാനും അന്വേഷണ തൽപരത ഉണ്ടാക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഈ വർഷം ആശംസിക്കുകയാണ്. നമുക്ക് നല്ല ഒരു ജീവിതത്തിന്, നല്ല ഒരു പഠന വർഷത്തിന് ദൈവാനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ബൈബിളിലെ സോളമനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതങ്ങളിലെ സിംഹാസനങ്ങളിലിരിക്കുന്ന ദൈവമേ, എനിക്ക് ജ്ഞാനം നൽകണമേ. നമുക്ക് ഈ പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവേശനോത്സവം ആരംഭിക്കാം. അറിവിന്റെ ചക്രവാളങ്ങൾ നിങ്ങളുടെ മുമ്പില് വികസിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, sister. A lamp can never light another lamp unless it continues to burn its own flame. Now, I invite our loving Father, Reverend Father Thomas Olaithil, for the inauguration of academic session 2021-22. ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂളിന്റെ മാനേജർ സിസ്റ്റർ ടെസിൻ, സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോളി, മറ്റ് സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നമുക്കറിയാം എല്ലാ വർഷവും വലിയ ഉത്സവം നടക്കുന്ന ഒരു ദിവസമാണ് സ്കൂളിന്റെ അല്ലെങ്കിൽ സ്കൂളുകളുടെ പ്രവേശനോത്സവം. കുട്ടികളും അതിനേക്കാൾ ഉപരി മാതാപിതാക്കന്മാരും വലിയ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി ഒരു വർഷം ആരംഭിക്കുന്ന ദിവസമാണ് നമ്മുടെ ഒരു അധ്യയന വർഷത്തിന്റെ ആരംഭം. പക്ഷെ ഇതൊരു അസാധാരണ കാലഘട്ടമാണ്. നമുക്കറിയാം, അസാധാരണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കാത്ത, നമ്മുടെ മാതാപിതാക്കന്മാര് പോലും കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ കാലഘട്ടത്തിലൂടെ നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ അസാധാരണ കാലഘട്ടത്തിൽ സാധാരണ കാലഘട്ടം പോലെ തന്നെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനും വിദ്യ അഭ്യസിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യന് അറിവുള്ളതുകൊണ്ടാണ്
ഈ അസാധാരണ കാലഘട്ടത്തെ സാധാരണമാക്കാൻ അവന് സാധിക്കുന്നു. ഈ ഒരു വലിയ മഹാമാരിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പകർച്ചവ്യാധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ അവനവന്റെ ജീവിതത്തിന്റെ ശൈലികളും അല്ലെങ്കിൽ അറിവിന്റെ ഓരോ വാതിലുകളും തുറക്കാൻ അവന് സാധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവന് അറിവുള്ളതുകൊണ്ടാണ്, വിവേകമുള്ളതുകൊണ്ടാണ്. ഒരു പുസ്തകത്തിന്, ഒരു പേനയ്ക്ക്, ഒരു അധ്യാപകന് വരുന്ന ഭാവിയെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു പുസ്തകത്തിന്, ഒരു അധ്യാപകന്, ഒരു പേനയ്ക്ക്, ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് വരുന്ന കാലഘട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ആർക്കും എല്ലാത്തിനെയും സ്നേഹിക്കാൻ സാധ്യമല്ല, പക്ഷെ ഒന്നിനെ സ്നേഹിക്കാൻ സാധിക്കും. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഒന്നിനെ സ്നേഹിക്കാൻ ഉള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് എല്ലാ വിഷയത്തെ സ്നേഹിക്കാൻ അവർക്ക് സാധ്യമല്ല, മറിച്ച് ഒരു വിഷയത്തെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എല്ലാ വിഷയങ്ങളും പഠിക്കണ്ട എന്നല്ല, മറിച്ച് എല്ലാ വിഷയങ്ങളും പഠിക്കണം, പക്ഷേ ഒരു വിഷയത്തെ നിങ്ങൾ സ്നേഹിക്കണം. അതിനെ നിങ്ങൾ പ്രണയിച്ചാൽ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കാൻ അതിനെ കൊണ്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും എക്സ്പെർട്ടൈസ് ചെയ്യാൻ സാധ്യമല്ല, മറിച്ച് ഒരു വിഷയത്തിൽ അവന് അഗ്രഗണ്യനാകാൻ സാധിക്കും. അപ്പൊ കൊച്ചുനാൾ മുതൽ തന്നെ ഈ കുഞ്ഞുങ്ങളിലുള്ള ഈ ഒരു അഭിരുചി തിരിച്ചറിയുന്നത് ഒരുപക്ഷെ മാതാപിതാക്കന്മാരെക്കാളും കൂടുതൽ അധ്യാപകരാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹാത്മാക്കളുടെ ജീവിതത്തെ സ്വാധീനിച്ചത് മാതാപിതാക്കന്മാർക്ക് രണ്ടാം സ്ഥാനമാണ്, മറിച്ച് ഒന്നാം സ്ഥാനം അധ്യാപകർക്കാണ്. എല്ലാ മഹാത്മാക്കളും പറയുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു അധ്യാപകന്റെ ചരിത്രമാണ്. എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു അധ്യാപകന്റെ ചരിത്രമുണ്ട്, അല്ലെങ്കിൽ അവൻ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ചരിത്രമുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കുട്ടികൾക്ക് കിട്ടണം. അത് കിട്ടാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകത്തുണ്ട്. മാനേജർ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 25 വർഷം മുമ്പ് ഈ ഒരു മഹാമാരി ലോകത്തെ കീഴടക്കിയായിരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം അവിടെ പോകുമായിരുന്നു. അപ്പൊ ദൈവം എല്ലാം മുൻകൂട്ടി കണ്ട് ക്രമീകരിച്ചു, അതിനുവേണ്ടി മനുഷ്യനെ ഒരുക്കി, എന്നിട്ടാണ് അവനൊരു തടസ്സവും വരാത്ത രീതിയിലാണ് കാലഘട്ടത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല, മറിച്ച് ദൈവം എല്ലാ മനുഷ്യന് വേണ്ടി ക്രമീകരിക്കുകയാണ്. എല്ലാ മനുഷ്യന് വേണ്ടി ദൈവം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ട് ഇന്ന് ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം നടക്കുമ്പോൾ എല്ലാ കുട്ടികളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ ഉള്ള അവസരം ഓരോ വർഷവും അവന് കിട്ടുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് കിട്ടുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ പഠനങ്ങളിലൂടെ, അധ്യാപകരുടെ വാക്കുകളിലൂടെ, അവരുടെ ഒരു ഫോൺ വിളികളിലൂടെ ഒക്കെ ഒരുപക്ഷെ ഒരു കുട്ടിയെ സ്വാധീനിക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കും. അത് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നടന്നു വരേണ്ടതായിട്ടുണ്ട്. കാരണം മുഖാഭിമുഖം കുട്ടികളെ സ്കൂളിൽ കാണാൻ ഒരു അധ്യാപകന് സാധിക്കുന്നില്ല. ശബ്ദം കേൾക്കാനും അല്പസമയത്തൊക്കെ ഗൂഗിൾ മീറ്റിലൂടെയും സൂമിലൂടെയും ഒക്കെ അധ്യാപകരെ കാണാനൊക്കെ കുട്ടികൾക്ക് സാധിക്കും. ആ കിട്ടുന്ന ആ ചെറിയ സമയം ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു ഉൾക്കാഴ്ച കൊടുക്കാൻ ഒരു അധ്യാപകന് സാധിക്കണം. അല്ലെങ്കിൽ പഠനത്തോട് ആത്മാർത്ഥത ഉണ്ടാകുന്ന ഒരു വിദ്യാർത്ഥി ഈ അവസരത്തെ നന്നായിട്ട് ഉപയോഗിക്കണം. അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാവരുടെ പിന്നിൽ, എല്ലാ വിജയത്തിന്റെ പിന്നിൽ ഒരു അധ്യാപകന്റെ ചരിത്രമുണ്ട്, അല്ലെങ്കിൽ വിദ്യ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയുടെ ചരിത്രമുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാം. അതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ലെങ്കിലും, അധ്യാപകനെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും, വിദ്യാഭ്യാസത്തെ നമുക്ക് സ്നേഹിക്കാം, അറിവിനെ നമുക്ക് സ്നേഹിക്കാം. അറിവ് നമുക്ക് ഭവനങ്ങളിൽ എത്തിച്ചു തരുന്ന അധ്യാപകരെ നമുക്ക് സ്നേഹിക്കാം. അവരെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഹൃദയത്തിൽ അവരോടൊരു ബഹുമാനം നമുക്ക് കാണിക്കാം. അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ആത്മബന്ധം, ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറും, അല്ലെങ്കിൽ നമുക്കൊരു ഭാരമായിട്ട് മാറും. അതുകൊണ്ട്
വിദ്യാഭ്യാസം ഒരിക്കലും നമുക്കൊരു ഭാരമാകാതെ അനുഗ്രഹമാകാൻ വേണ്ടി ഈ ദിവസത്തെ പ്രത്യേകം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും ഈ സ്കൂളിനെയും ഇവിടുത്തെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഈശോ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. Knowledge removes ignorance, just as light removes darkness. Now, I request our loving Father to light the candle and share the light of knowledge to Carmel Rani's future home. Thank you, Father, for your presence and for inaugurating this academic year 2021-22. Now, let us enjoy in music by the cute singers Blessing and Benson. വിദ്യാലയമേ എന്നിനി നിന്നുടെ മുറ്റത്തെത്താനെന്നാവും ചെങ്ങാതികളുടെ വിരൽ പിടിച്ചിട്ടെന്നിനി ഓടാനെന്നാവും തൊട്ടു നടക്കാനെന്നാവും തോളിൽ കൈയിട്ട ആവേശത്തിൽ കവിതകൾ പാടാനെന്നാവും തോളിൽ കൈയിട്ട ആവേശത്തിൽ കവിതകൾ പാടാനെന്നാവും വിദ്യാലയമേ എന്നിനി നിന്നുടെ മുറ്റത്തെത്താനെന്നാവും കവിതകൾ പാടാനെന്നാവും കവിതകൾ പാടാനെന്നാവും കണക്ക് കൂട്ടി പറയുവാൻ അറിവുകൾ പിറക്കി വെച്ച് പഠിക്കാൻ കണക്ക് കൂട്ടി പറയുവാൻ അറിവുകൾ പിറക്കി വെച്ച് പഠിക്കാൻ വിദ്യാലയമേ എന്നിന് നിന്നുടെ മുറ്റത്തെത്താനെന്നാവും ചങ്ങാതികളുടെ വിരൽ പിടിച്ചിട്ട് നിനി ഓടാനെന്നാവും. താങ്ക് യു. Thank you, little friends. Now, I invite our school principal for a message. വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്കൂൾ മാനേജർ സിസ്റ്റർ ടെസ്സി, ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ തോമസ് ഓലായത്തിൽ, ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ നിമിത്തം എത്തിച്ചേരാൻ സാധിക്കാതെ പോയ വാർഡ് മെമ്പർ, ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഷെറിൻ തോമസ് പെരുമാകുന്നൻ, ടീച്ചേഴ്സിന്റെ പ്രതിനിധിയായ ജേസൺ സാർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹപ്രവർത്തകരായ അധ്യാപകരെ, അനധ്യാപകരെ, സ്കൂളിന്റെ അഭിമാനപാത്രങ്ങളായ കുട്ടികളെ, വളരെ പ്രത്യേകമായി ഈ വർഷം ഈ സ്കൂളിലേക്ക് പുതിയതായി അഡ്മിഷൻ വാങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെ, പുത്തൻ പ്രതീക്ഷകളോടെ നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് ഈ പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ സ്കൂൾ വർഷം കുട്ടികളെ വീട്ടിലിരുത്തി
കോവിഡിന്റെ വ്യാപനം തുടരുമ്പോൾ മറ്റൊരു ഓൺലൈൻ അധ്യയന വർഷം അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. വലിയൊരു ശതമാനം കുട്ടികൾക്ക് ഓൺലൈൻ പഠനം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള നിർഭാഗ്യകരമായ യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞു വേണം പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കുട്ടികൾക്ക് ഓൺലൈൻ പഠനം എത്രത്തോളം പ്രാപ്യമാണ് എന്ന ആശങ്ക ഈ രണ്ടാം അധ്യയന വർഷത്തിലും നിലനിൽക്കുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നെറ്റ്വർക്ക് ലഭ്യമാകാത്തതിനാൽ അധ്യാപകരും കുട്ടികളും പലയിടത്തും വീടിന്റെ മുകളിലും കുന്നിന്റെ മുകളിലുമൊക്കെ കയറിയിരുന്നാണ് ഓൺലൈൻ പഠനം നടത്തിയിരുന്നത്. മൊബൈൽ ഫോണിന്റെ റേഞ്ച് ലഭിക്കാൻ വേണ്ടി കുട്ടികൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. എല്ലാവർക്കും ഒരു സ്മാർട്ട് ഫോണോ ഒരു ടാബോ ഒരു ലാപ്ടോപ്പോ ഉണ്ടെന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സേവനദാതാക്കളുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓൺലൈൻ പഠനം മുടങ്ങും. അതിനായി ഗ്രാമീണ മേഖലകളിൽ നിങ്ങൾ മെച്ചപ്പെട്ട ബ്രോഡ്ബാൻഡ് വൈഫൈ സൗകര്യങ്ങൾ ഒരുക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ സ്കൂൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതുമായ ലൈവ് ഓൺലൈൻ ക്ലാസ് ഒരു വിജയമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂളിൽ പോകാത്തതിന്റെയും കൂട്ടുകാരെ കാണാത്തതിന്റെയും പുത്തൻ യൂണിഫോം ധരിക്കാത്തതിന്റെയും പുത്തൻ കുട ചൂടാത്തതിന്റെയും ഒക്കെ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആശങ്കകൾ പലതുണ്ടെങ്കിലും നിങ്ങൾ വീടിനെ ഒരു വിദ്യാലയമാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ വീടാകുന്ന വിദ്യാലയത്തെ വായന, പഠനം, പരിശീലനം, എഴുത്ത്, പരീക്ഷ, ചിത്രരചന, പെയിന്റിങ്, കളറിങ്, വീട് വൃത്തിയാക്കൽ, വീട് അലങ്കരിക്കൽ തുടങ്ങിയ ഒട്ടേറെ തുടർ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ശോഭനമാക്കുന്നു. നിങ്ങൾ പ്രതീക്ഷയുള്ള ഭാവിയുടെ തലമുറകളാണ്. ശാരീരികമായ വ്യായാമത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഫിറ്റാക്കി ഒരു ദേവാലയമാക്കി നിങ്ങൾ സൂക്ഷിക്കുന്നു. വിദ്യാലയത്തിൽ നിന്നുള്ള അകൽച്ച നിങ്ങളെ വീടിനോട് കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹം നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. അവരുടെ ശ്രദ്ധയും പരിഗണനയും വാത്സല്യവും കരുതലും നിങ്ങൾ ആസ്വദിക്കുന്നു. വീടിനെ ഒരു ഒത്തുചേരലിന്റെ വേദിയാക്കാം, ഒരു ആരാധനാലയമാക്കാം, ഒരു റെസ്റ്റോറന്റ് ആക്കാം, ഒരു സ്റ്റോർ റൂം ആക്കാം. ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ ജീവിതം നയിക്കുന്ന മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി മാറാം. ഇതുപോലൊരു അവസരം ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നും ഇത് ഒരിക്കൽ മാത്രമാണെന്ന് നമുക്ക് ഓർക്കാം. എല്ലാവർക്കും നല്ലൊരു ഡിജിറ്റൽ വെർച്വൽ അക്കാഡമിക് ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sister. Next, I invite our teacher representative, Sir Jason Jacob, for the message. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ SCCLC പൂവാരിയാനിക്കാട് ഇടവകാരി ഫാദർ തോമസ് വറായത്തിൽ, തിരുനാട് പഞ്ചായത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷെറിൻ ജോസഫ് പെരുമാറ്റുന്ന അദ്ദേഹത്തിൽ നിന്ന് സന്നിഹിതരാകാൻ സാധിച്ചിട്ടില്ല. സ്നേഹം നിറഞ്ഞ രക്ഷാകർത്താക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ കുട്ടികളെ, COVID-19 ലോകത്തെ ആകമാനം കീഴ്മേൽ മറിച്ചപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഓൺലൈനായിട്ട് മാറി. കഴിഞ്ഞ ഒരു വർഷം ക്ലാസുകളും അതിനോട് ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും എല്ലാം നാം ഓൺലൈനായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ അധ്യയന വർഷം കൂടി കടന്നു വന്നിരിക്കുന്നു. 2021-22 അധ്യയന വർഷം. എല്ലാവർക്കും ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ഇത് കരുതലിന്റെ കോവിഡ് കാലം. പ്രിയമുള്ളവരെ, കോവിഡ് വ്യാപനം മൂലം നഷ്ടമായ ഒരു സാധാരണ അധ്യയന വർഷത്തിന് പകരമായി സമാനതകളില്ലാത്ത ഓൺലൈൻ പഠനത്തിന്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വർഷം നമ്മൾ അധ്യയനം സാധ്യമാക്കിയിരിക്കുന്നത്. എ യുണീക് പ്ലാറ്റ്ഫോം ഫോർ ഓൺലൈൻ ക്ലാസസ്, അതായത് സമാനതകളില്ലാത്ത ഓൺലൈൻ പഠനം. നേരിട്ട് കുട്ടികളുമായിട്ട് പഠനം സാധ്യമാക്കുന്ന ഗൂഗിൾ മീറ്റ്, സൂം ആപ്പ് തുടങ്ങിയവ ഈ വർഷം കൂടുതലായിട്ട് ഉപയോഗിക്കും. അതിനെ മുന്നോടിയായിട്ട് പുതിയ സെർവർ നമ്മുടെ സ്കൂളിൽ ഇൻസ്റ്റാൾ ചെയ്യും.
സ്മാർട്ട് അസിസ്റ്റൻസ് ബൈ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ്. ഡിജിറ്റൽ പഠന പിന്തുണയ്ക്കൊപ്പം പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരുടെ സേവനം ഈ വർഷം സ്കൂളിൽ ഉണ്ടായിരിക്കും. ഡിജിറ്റലി ഡിസൈൻഡ് ലേഡർ ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് ആൻഡ് പെർഫോമൻസ് പ്ലാറ്റ്ഫോംസ്. ഒരു സ്കൂൾ അന്തരീക്ഷത്തിലെ എന്നതുപോലെ കുട്ടികൾക്ക് അവരുടെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെ കണ്ടെത്താനും പ്രകടിപ്പിക്കാനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതിന്റെ ആദ്യപടി എന്ന നിലയിൽ നമ്മുടെ സ്കൂളിൽ ഒരു യൂട്യൂബ് ചാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ചാനൽ വഴി കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ നമ്മൾ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട്. എ വെൽ മെയിൻറ്റൈൻഡ് സപ്പോർട്ടിംഗ് മെക്കാനിസം ത്രൂ പേരന്റ് റിലേഷൻഷിപ്പ്. പഠന പിന്തുണയ്ക്കായിട്ട് ദൃഢമായിട്ടുള്ള ഒരു അധ്യാപക രക്ഷകർത്തൃ ബന്ധം. മെന്ററിംഗ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണവും മാനസിക പിന്തുണയും. ഏകദേശം 30ഓളം കുട്ടികൾ LKG UKG സെക്ഷൻ തുടങ്ങി 10 വരെ ഈ വർഷം സ്കൂളിൽ ചേർന്നത് എന്നത് കാർമറാണി പബ്ലിക് സ്കൂളിന്റെ പഠന മികവിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ 10ലെ 18ഓളം കുട്ടികൾ CBC പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. CBCയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും തീരുമാനങ്ങൾക്കനുസൃതമായിട്ട് കുട്ടികളുടെ CEയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷത്തെ 10ലെ കുട്ടികളുടെ പരീക്ഷാ വിജയം കണക്കാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. എല്ലാവർക്കും ഒരു നല്ല അക്കാദമിക വർഷം ആശംസിക്കുന്നു. എല്ലാവരും പഠിച്ച് മിടുക്കരാകണം, നല്ല സ്വഭാവത്തിന് ഉടമകളാകണം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. നിങ്ങളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir. Now, let us enjoy a rhythmic step by our friend Shivanandana. Thank you, Shivanandana. Now, we are going to wind up the opening day celebration of Kalvarani Public School, Varyanika. Before going to wind up, let me say a few words of thanks to our School of Education. First of all, with wholeheartedly, I give thanks to God Almighty for the abundance of blessings He has showered on the institution as well as towards each of us.
Next, I would like to thank our loving Father, Reverend Father Thomas Olaitu, for coming here to grace this ceremony. Thank you, Father. Next, I would like to thank our school manager, Sister Tessin CMC, for your valuable support and concern towards us. Thank you, Sister. We also like to thank our school principal and beloved teachers for your great support and guidance towards each of us. Last but not the least, I would like to thank all my friends and parents who are attending the online academic session of 2021-22. Once again, I am thanking you all. Thank you so much.